നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ വളരെ ഗൗരവമായ ഒന്നാണ് തൈറോയിഡ് ക്യാൻസർ. കേരളത്തിൽ കഴിഞ്ഞ 30 വർഷങ്ങളിലായി തൈറോയിഡ് ക്യാൻസർ ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. എന്താണ് തൈറോയിഡ് ക്യാൻസർ, ഇതിനുള്ള ചികിത്സകൾ, ശസ്ത്രക്രിയകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം BPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഷോൺ ടി ജോസഫ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറിൽ ആവുന്ന ചില പ്രശ്നങ്ങൾ, അതായത് തൈറോയിഡ് പ്രശ്നം എന്നാണ് പലരും പറയുന്നത് തന്നെ കേൾക്കുന്നത്, അത് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ തൈറോയിഡ് ക്യാൻസർ എന്നാൽ എന്താണ് എന്നും അതിൻ്റെ ഗൗരവം എന്താണെന്നൊക്കെ നമുക്ക് പലർക്കും കൃത്യമായി അറിയണമെന്നില്ല. എന്താണ് തൈറോയിഡ് ക്യാൻസർ? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലുള്ള പ്രശ്നം എന്ന് പറയും. പൊതുവേ തൈറോയിഡ് പ്രശ്നം എന്ന് ആളുകൾ പറയുമ്പം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലുള്ള ഒരു ഫങ്ഷണൽ പ്രശ്നമാണ്. ഈ തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഈ തൈറോയിഡിലുണ്ടാവുന്ന അനിയന്ത്രിതമായ വളർച്ചയുള്ള, വേറെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുള്ള മുഴകൾ തൈറോയിഡ് വരുന്നതിനെയാണ് തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ തന്നെ മുഴകൾ നമ്മൾ സാധാരണ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ മുഴകളും ആകുമോ എന്നുള്ളൊരു സംശയം പലർക്കും വരാറുണ്ടല്ലോ. കാരണം ഈ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു മുഴ പലപ്പോഴും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ ആണോ? ഇല്ല. സാധാരണ തൈറോയിഡിൽ വരുന്ന ഈ മുഴകൾ, ഗോയിറ്റർ എന്ന് നമ്മൾ പറയാറില്ലേ, അതെല്ലാം പൊതുവേ അതിലുള്ള ഒരു വലിയ ശതമാനം വരെ ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. അപ്പം പലപ്പോഴും ഞാനിപ്പോൾ ഈ മുഴകളെ പറ്റി സംസാരിക്കും, തൈറോയിഡിൻ്റെ മുഴകളെ പറ്റി സംസാരിക്കുമ്പം മുഴകളുള്ള ഒരുപാട് പേരുണ്ടാവും. കാരണം അതിന് ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അപ്പം ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് ഈ മുഴയെല്ലാം ഇത് ക്യാൻസർ ആണോ എന്നുള്ളത്. പക്ഷേ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇതൊന്നും ക്യാൻസർ അല്ലെങ്കിലും ഇതിലുള്ള ഒരു വലിയ ശതമാനം ക്യാൻസർ അല്ലാത്ത തൈറോയിഡിൻ്റെ മുഴകളാണ്. അതിൽ തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷണൽ പ്രശ്നം ഉണ്ടാവുന്ന മുഴകളുണ്ടാവാം, പിന്നെ ഫങ്ഷണൽ പ്രശ്നം ഇല്ലാത്ത മുഴകളുണ്ടാവാം. തൈറോയിഡ് ക്യാൻസറിനെ പറ്റി പറയാനുള്ളതാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഒരു 1980s ഒരു 3.5% ആയിരുന്നെങ്കിൽ, ഞാൻ RCC രജിസ്ട്രിയുടെ ഒരു കണക്ക് വെച്ചിട്ട് പറയുകയാണ്, ഇപ്പോഴത്തേക്ക് അത് നോക്കുകയാണെങ്കിൽ ഒരു 11% ഓൾമോസ്റ്റ് ഒരു 3 times ഇൻക്രീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കുള്ള ആക്ച്വൽ ഇൻക്രീസ് ഇൻ നമ്പറിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പൊതുവെ കരുതും, വേൾഡ് ഓവർ തന്നെ ഇതൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് കണക്ക് കൂട്ടുന്നത് തൈറോയിഡ് ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ പണ്ടതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്കാനൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ കഴുത്തിന് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പം മുമ്പുള്ളതിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ സ്കാനൊക്കെ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും തൈറോയിഡിൽ ഇങ്ങനെ ഒരു മുഴയുള്ളതായിട്ട് കാണുക. ഇതിന് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടും പിന്നെ കുറേയും കൂടെ പെട്ടെന്ന് കുത്തിപ്പരിശോധന നടത്തുന്നതുകൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് കരുതുന്നത്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് രാജൻ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ചോദിച്ചു, കേൾക്കുന്നുണ്ട് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ തൈറോയിഡിന് എനിക്ക് ആദ്യം കുറച്ച് നോക്കിയ സമയത്ത് ടെസ്റ്റ് സമയത്ത് 0.8 ആയിരുന്നു എൻ്റെ. ഞാൻ തൈറോയിഡ് സയന്റിഫിക് എന്ന പറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൈനസ് ആയിട്ട് നിർത്താവൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടീഷൻ കഴിച്ചാൽ ഇപ്പം എനിക്ക് 1.5 ഉള്ളൂ. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് നിർത്തരുത്, മൈനസിലേക്ക് വന്നിട്ടേ നിർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാണോ? ചോദ്യം വ്യക്തമല്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണോ ഡോക്ടർ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് ഫംഗ്ഷനിലുണ്ടായ എന്തോ ഒരു പ്രശ്നത്തിനായിട്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ മരുന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തൈറോയിഡ് ഇപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ അതൊരു നോർമൽ TSH ലെവലായിരിക്കണം ഇപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പോൾ നോർമൽ TSH ലെവലാണ് 1.5. പക്ഷേ ഡോക്ടർ ഒരുപക്ഷെ അത് നിർത്തരുതെന്ന് പറയാനുള്ളതിൻ്റെ ഒരു കാരണം താങ്കൾക്ക് ഒരുപക്ഷെ ആ ഫംഗ്ഷനിൽ ഇനിയും ഒരു ഫ്ലക്ച്വേഷനുള്ള ഒരു സാധ്യതയുള്ള എന്തോ ഒരു കാരണം കണ്ടിട്ടായിരിക്കണം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാകുമ്പം ടെസ്റ്റുകൾ ചെയ്തിട്ട് കാലക്രമേണ നോക്കിയിട്ട് നിർത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ 30 വർഷങ്ങളിൽ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഡിറ്റക്ഷൻ റേറ്റ്സ് കൂടിയിട്ടുണ്ടെന്ന്. മറ്റു കാരണങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ ജനങ്ങളിൽ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥ അത് കൂടുന്നുണ്ടോ? നമുക്ക് തൈറോയിഡ് ക്യാൻസറിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാരണങ്ങൾ ഇപ്പോൾ റേഡിയേഷൻ എക്സ്പോഷർ അതുപോലുള്ളതാണ്. ഇപ്പോൾ ഈ ചെർണോബിൽ ഒക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെയുള്ള തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ഇതുപോലത്തെ കാരണങ്ങൾ പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തിൽ അത്ര ഒരു കോമൺ അല്ല. ഇപ്പോൾ കേരളത്തിലിപ്പം മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഇൻക്രീസിന് ഒരു കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ജനറലി ഈ ഡിറ്റക്ഷനൊക്കെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ജനിതകമായിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ
നമുക്ക് അത്രയൊരു ക്ലാരിറ്റി ഇല്ല. കിട്ടിയിട്ടില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പം ബാക്കിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല ഈ തൈറോയ്ഡ് ക്യാൻസറിനെ. നമുക്കിപ്പം പൊതുവെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ മാറ്റിയാലോ തൈറോയ്ഡ് ക്യാൻസർ വരുന്നത് തടയാം എന്ന് കരുതാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ക്യാൻസർ അല്ല ഇത്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കഴുത്തിലിപ്പം ഒരു ഇതേപോലെ ഒരു അസാധാരണമായിട്ട് ഒരു മുഴ കാണുന്നു ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ മുന്നിലോ തൈറോയിഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ വശങ്ങളിലോ മുഴ കാണുക, അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിനനുസരിച്ച് പിന്നെ ഡോക്ടർ ഗൈഡ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രേക്ഷകരുടെ സംശയത്തിൽ നിന്ന് വേറൊരു കാര്യം, ഈ കാരണങ്ങളുണ്ടാകുമല്ലോ, ഓരോ അസുഖങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടാകും. അപ്പോൾ ഇത് വരാൻ, തൈറോയ്ഡ് ക്യാൻസർ വരാൻ ഏതെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഇനി പാരമ്പര്യ ഘടകങ്ങളുണ്ടോ? പാരമ്പര്യ ഘടകങ്ങൾ ഇപ്പോൾ പലപ്പോഴും ക്യാൻസറിൽ പറയുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് പറയാറുള്ളൂ. കാരണം അത് വളരെ ചെറിയൊരു ശതമാനമാണ്. നമുക്കങ്ങനെയൊന്ന് ആ ഒരു ചെറിയ ശതമാനം പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിലോ ആശങ്ക വരും. അതൊരു ചെറിയൊരു ശതമാനമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ റേഡിയേഷൻ എക്സ്പോഷറോ അതുപോലുള്ള കുറച്ച് കാരണങ്ങളാണ്. ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് പൊതുവെ അറിയുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ 3 വർഷമായി. തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഓപ്പറേഷൻ. തൈറോയിഡ് ക്യാൻസറിന് വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്? ക്യാൻസർ അല്ല, തൈറോയിഡിന്റെ ഓപ്പറേഷന് വേണ്ടിയായിരുന്നു. ചോദിച്ചോളൂ. ഈ TSH ലെവൽ ഇപ്പൊ 17.13 ആണ് കാണിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ആവുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും? അല്ല, TSH എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഗുളിക കഴിച്ചിട്ടാണ് അത് നോർമലൈസ് ചെയ്യുക. അപ്പോൾ TSH ഇപ്പോൾ കൂടിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കുറവാണ്. അത് നമുക്ക് കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അതിൽ പേടിക്കാനുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഈ 17 എന്ന് പറഞ്ഞാൽ നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഗുളിക വരുത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ആളുകളനുസരിച്ചിട്ട് ആളുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഏറെയും കുറഞ്ഞിരിക്കും. അത് നോർമൽസിലേക്ക് ഗുളിക വഴി കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ, സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് റജി എന്നാണ്. ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് എൻ്റെ ഈ നമ്മുടെ ഈ തൊണ്ട ഈ കഴുത്തിന് താഴെയായിട്ട് അങ്ങ് ഡ്രൈ ആകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തോ ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, അല്ലാനുള്ള സമയത്ത് ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്, ഡ്രൈ ആയിട്ട്. തട്ടുന്ന പോലെ എന്ന് വെച്ചാൽ ഉമിനീരിറക്കുമ്പോൾ തടയുന്ന പോലെ, അങ്ങനെയാണോ? ഉമിനീര്. പിന്നെ അതുമല്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഈ ത്രോട്ട് തമ്മിൽ ടച്ച് ആയിട്ട് നല്ലോണം ഡ്രൈ ആകുന്നുണ്ട്. അപ്പോൾ ഉമിനീരിറക്കുമ്പോൾ ഓപ്പൺ ആകുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചോദ്യം വ്യക്തമായോ? മനസ്സിലായി. ഇത് റജി അല്ലേ പറഞ്ഞത്? റജി, ഇതിപ്പം തൈറോയിഡുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാരണമാവാനുള്ള സാധ്യത കുറവാണ്. തൈറോയിഡിൻ്റെ പ്രശ്നം ഇതുപോലത്തെ ഒരു സിംറ്റമായിട്ട് വരാമെങ്കിലും തൈറോയിഡിൻ്റെത് പോലത്തെ അല്ല ഇത് കൂടുതലും സിംറ്റം തോന്നണത്. ഇത് പലപ്പോഴും ഈ നമുക്ക് അസിഡിറ്റി ചിലപ്പോൾ റിഫ്ലെക്സ് ആയിട്ട് തൊണ്ടയിലേക്ക് വരുന്ന പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള ചിലപ്പോൾ വല്ല അനാറ്റമിക്കൽ പ്രശ്നങ്ങൾ വരാം. ഇതിനൊക്കെയാണ് സാധ്യത കൂടുതൽ. ഇനി ഏറ്റവും നന്നാവുക റജി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കണ്ടിട്ട് ഒരു പരിശോധന നടത്തുമായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോളൂ. തൈറോയിഡ് സർജറി ചെയ്താലേ ശബ്ദം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? നമ്മുടെ എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തന തകരാറുകളെ കുറിച്ചിട്ടാണ് സംശയം തോന്നുന്നു അല്ലേ? അല്ല, ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണിത്. ഈ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശബ്ദം നഷ്ടപ്പെടുമെന്ന്. ശബ്ദത്തിൻ്റെ 2 ഞരമ്പുകളും തൈറോയിഡിന് ഗ്രന്ഥീൻ്റെ വളരെ തൊട്ടാണ് പോകുന്നത്. അപ്പം ഈ പണ്ടത്തെ പോലെ അല്ല ഇപ്പം മിക്കവാറും, അതായത് ഒരു പരിചയമുള്ള ഒരു സർജന് പ്രശ്നമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ അപൂർവമായിട്ട് എപ്പോഴും ശബ്ദത്തിനുള്ള പ്രശ്നമൊക്കെ വരാറുള്ളൂ. കൃത്യമായിട്ട് സർജറി ഒന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അല്ലേ? ഇല്ല. ഇപ്പോൾ തൈറോയിഡ് സർജറി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് സേഫസ്റ്റ് സർജറീസ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ. ഹലോ. ഞാൻ എൻ്റെ വൈഫിന് വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞോളൂ.
വൈഫ് തൈറോയിഡ് പേഷ്യന്റ് ആണ്. കുറെ നാളായിട്ട് തൈറോയിഡ് ഉണ്ട്. ഓക്കെ. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴേ, ഹലോ കേൾക്കുന്നുണ്ട്. അതിലൊരു നോഡ്യൂള് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ അതില് അതിന്റെ സൈസ് പറഞ്ഞത് 4x5 mm ആണ്. ഓക്കെ. അതിൽ എഴുതിയേക്കുന്നത് there is an ill defined hypoechoic area measuring 4x5 mm with peripheral vascularity. ഈ ഒരൊറ്റ ഒരു നൊഡ്യൂളേ ഉള്ളോ? ഒരു നോഡ്യൂളുള്ളൂ. നമുക്ക് 1 സെന്റിമീറ്റർ താഴെയുള്ള ഇത്ര ഒരു നൊഡ്യൂളിന് ഒരു പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. അതിൽ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഈ ഒരൊറ്റ ഒരു നൊഡ്യൂളേ ഉള്ളെങ്കിൽ സബ് സെൻറ്റിമെട്രിക് ആയതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. തൽക്കാലം വേറൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് ആ തൈറോയ്ഡ് ഫംഗ്ഷൻ്റെ പ്രശ്നത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പൊ കുറച്ച് നാളുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? തൈറോയ്ഡ് ഫംഗ്ഷൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടായിരിക്കുമല്ലോ ടാബ്ലറ്റ് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നിർത്തുമ്പോൾ നമ്മളെപ്പോഴും തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലൈസ് ചെയ്തോ, പിന്നെ അത് ചില കണ്ടീഷൻസിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലൈസ് ആവില്ല, അതൊരു ഹൈപ്പോ ഫംഗ്ഷനിങ് ആയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് നിർത്തുന്നത് സ്വന്തമായിട്ട് നിർത്താത്തതാണ് നല്ലത് കേട്ടോ. ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ നിർത്താൻ പാടുള്ളൂ, നിർത്തണമെങ്കിൽ തന്നെ കേട്ടോ. ഡോക്ടർ, ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? പൊതുവേ കഴുത്തിൻ്റെ മുന്നിലുണ്ടാവുന്ന മുഴ, തൈറോയ്ഡ് ഇവിടെ കഴുത്തിൻ്റെ മുന്നിലായിട്ടുണ്ടാവും. അതിലുണ്ടാവുന്ന ഫേം ആയിട്ടുള്ള യൂഷ്വലി അങ്ങനത്തെ മുഴകൾ. പിന്നെ കഴുത്തിൻ്റെ വശങ്ങളിൽ മുഴയായിട്ട് വരാം. വേദന ഉണ്ടാവോ? വേദന അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിങ്ങോട്ട് പടർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. പിന്നെ ഇത് ഒരു കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ വിൻ പൈപ്പ് ഉണ്ടല്ലോ, വിൻ പൈപ്പിൻ്റെ മേലെ കംപ്രഷൻ, ശ്വാസതടസ്സം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇത് ചിലപ്പോൾ ഇത് ഇത്ര വലുപ്പം ഉണ്ടാവാതെ ചിലപ്പം പ്രസൻറ്റ് ചെയ്യാം. അതായത് തൈറോയ്ഡ് നോർമൽ ലുക്കിംഗ് ആയിരിക്കും, കഴുത്തിലൊന്നും ഒരു മഴ ഉണ്ടാവില്ല, പക്ഷേ വേറെ എവിടെയെങ്കിലും പടർന്നിട്ടായിരിക്കും അറിയുന്നുണ്ടാവും. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇപ്പം എല്ലുകളിലേക്ക് പടർന്നിട്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനയോ ഫ്രാക്ചറോ ഒക്കെ ആയിട്ടായിരിക്കും അറിയുന്നുണ്ടാവും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, എനിക്ക് ഒരു 22 വർഷമായിട്ട് തൈറോയിഡ് ഉണ്ട്. ഓക്കെ. ഒരു 10 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് T3, T4, TSH മൂന്നും ഹോർമോൺ ലെവലല്ല. T3, T4 ലെവൽ വരുമ്പോൾ TSH അത് ഡൗൺ ആണ്. എനിക്ക് ഹൈപ്പർ തൈറോയിഡ് ആണ്. അത് ഇതുവരെ ആയിട്ട് 0.1 എന്നുള്ളതിലാണ് നിൽക്കുന്നത്. 0.01 അതിനൊരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഞാൻ തൈറോക്യാബ് എന്ന മെഡിസിനാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതിന് എന്താ ചെയ്യണ്ടേ? അല്ല അത് പക്ഷേ അതിനുള്ള മരുന്നുകൾ എൻ്റെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള മരുന്നുകളുടെ അടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കാണിക്കുന്നുണ്ട്, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്ന ഡോക്ടർ. പക്ഷെ ഇതുവരെയായിട്ട് TSH അത് ലെവലാകുന്നുണ്ട്. ഡോക്ടർ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതുവരെ അതിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ലെവലാവാത്തത്. ഓക്കെ. അങ്ങനെ ഒരു ഡ്രഗ്സ് കൊണ്ട് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സർജറിയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീരീഡിൽ നോർമലൈസ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ഡോക്ടർ, നമ്മള് പിന്നെ ഭാര്യക്ക് വേണ്ടിയാണ്. ഭാര്യ ചെറിയ സൈക്കിക് കംപ്ലൈന്റ് ഉള്ള ആളാണ്. അതെ. അപ്പൊ അതിന്റെ മരുന്ന് ഇപ്പൊ ലിറ്റിയൊക്കെ കഴിക്കുന്നുണ്ടേ. അപ്പൊ ഇത് 10-25 വർഷമായി. അപ്പോ അതിന്റെ കൂടെ ഈ എലക്ട്രോക്സിൻ എന്ന് പറയുന്ന സാധനം കഴിക്കും. അത് തൈറോയിഡിന്റെ കംപ്ലൈന്റിനുള്ളതാണല്ലോ. അതെ അതെ. അപ്പൊ അത് അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ കഴിക്കേണ്ടതുണ്ടോ? വേറെ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല. പക്ഷെ കുറെ കാലമായിട്ട് ഇപ്പൊ 3-4 കൊല്ലമായിട്ട് അത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിക്കുന്നുണ്ട്. അല്ല അത് വേണ്ടി വന്നേക്കും. അത് വേണ്ടി വന്നേക്കും. കാരണം അത് തൈറോയ്ഡ് ഫംഗ്ഷന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പൊ ഈ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട് നിർത്താൻ പറ്റില്ല അല്ലേ? നിർത്താൻ പറ്റുവാണെങ്കിൽ അത് അതെ ഡോക്ടറുടെ ഒരു അഡ്വൈസ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ. ഡോക്ടറോട് ചോദിച്ചോളൂ.
ഡോക്ടറെ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നേ. ആഹാ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു ഡോക്ടറെ. തൊണ്ടയ്ക്ക് 2 സൈഡിലും 6 മുഴയുണ്ട്. ഓക്കെ. കുഞ്ഞു കൊച്ചുണ്ട്, 2 വയസ്സായ കൊച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു മരുന്ന് കഴിക്കണ്ട, ഇത് എടുത്തു കളയണോന്ന് പറഞ്ഞേ. പറഞ്ഞോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഇങ്ങനെ മരുന്ന് കഴിക്കണ്ട, എടുത്തു കളയണോന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സംശയം? തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മരുന്ന് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? കൊച്ചിന് പാല് കൊടുക്കുന്നതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോന്ന് അറിയാനായിരുന്നു. അല്ല, ഇതിൽ തൈറോയിഡിൻ്റെ ഈ ഇങ്ങനത്തെ ഒരു മുഴ ക്യാൻസർസ് അല്ലാത്ത മുഴയാന്നിരിക്കട്ടെ, തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ആവശ്യമില്ല, മരുന്നുകളും ആവശ്യമില്ല. ഇനി തൈറോയിഡിൻ്റെ മുഴയുണ്ട്, തൈറോയിഡിൻ ക്യാൻസർ അല്ല, പക്ഷേ തൈറോയിഡ് ഫംഗ്ഷനിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗുളിക കഴിക്കണം. തൈറോയിഡിൻ്റെ മുഴയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഹോർമോൺ കൊടുക്കുക എന്നുള്ളത് കുറച്ച് മുമ്പ് ശീലിച്ചിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലയെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഫംഗ്ഷനിൽ പ്രശ്നമില്ലെങ്കിൽ വെറുതെ ഗുളിക കഴിക്കണ്ട കേട്ടോ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, എനിക്ക് 35 വയസ്സുണ്ട്. എനിക്ക് എപ്പോഴും തൊണ്ടവേദനയാണ് വരുന്നത്. അതും തൈറോയിഡും കൂടി വല്ല ബന്ധമുണ്ടോ സാർ? അല്ല, തൊണ്ടവേദനയ്ക്കുള്ള മറ്റേ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ തൈറോയിഡ് വളരെ അതിലൊരു ചെറിയൊരു ശതമാനത്തിന് മാത്രമേ കാരണമാവുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ കൃത്യമായ രോഗനിർണയ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഈ തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. അത് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ അളക്കാൻ വേണ്ടി മാത്രമാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണെന്ന് വെച്ച് ക്യാൻസർ ഇല്ല എന്നുള്ള ഒരു അർത്ഥമില്ല കേട്ടോ. അപ്പം തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് പിന്നെയുള്ള ടെസ്റ്റുകളിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള ഒരു ഗൈഡായിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അൾട്രാസൗണ്ട് നോക്കിയിട്ട് സംശയം തോന്നണം മുഴകൾ. തൈറോയ്ഡ് ചിലപ്പോൾ ഒരുപാട് മുഴകളുണ്ടാവും, ഒരെണ്ണമാണെന്നില്ല. അതിൽ സംശയമുള്ളത് ചിലപ്പോൾ 1-2 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കുത്തിപ്പരിശോധന, എന്നിട്ട് പത്തോളജിസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് സാധാരണ ഉള്ള ഒരു പാപ്പിലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത്. തൈറോയിഡിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറിൻ്റെ ഇത്. പിന്നെ ചുരുക്കമായിട്ട് ഈ കുത്തിപ്പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ നമ്മളറിയാം പാപ്പിലറി അല്ലാണ്ട് മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം ഈ കാൽസ്യം, കാൽസിറ്റോണിൻ എന്നൊക്കെ പറയുന്ന വേറെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളും ചിലപ്പം ജനറ്റിക് ടെസ്റ്റുകളും ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ ഡോക്ടർ, പൊതുവെ അർബുദത്തിന് പല സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജിലും ചികിത്സകളിലും വ്യത്യാസങ്ങളുണ്ട്. തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സകൾ എങ്ങനെയാണ്? തൈറോയിഡ് ക്യാൻസറിൻ്റെ ഏറ്റവും മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. അപ്പോൾ തൈറോയിഡ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസർ എന്നുള്ള ഒഴിച്ചുള്ള ഒരു ക്യാൻസർ ഒഴിച്ച്, അത് വളരെ ചുരുക്കമായിട്ട് വരുന്ന ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസറാണ്, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ തൈറോയിഡ് ക്യാൻസറിൻ്റെയും മെയിൻ ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ആയിട്ട് അത് എടുത്ത് കളയുക. അതിപ്പം കഴുത്തിലുള്ള ലിംഫ് നോട്ട്സിലേക്ക് എങ്ങാനും പടർന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതിലിപ്പം ഡിഫറൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പാപ്പിലറി ഞാനിപ്പോൾ ഈ പറഞ്ഞില്ല, അതും ഫോളിക്കുലർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസർ. ഇപ്പോൾ ഈ ഡിഫറൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഈ സർജറിക്ക് ശേഷം ഒരു റേഡിയോ അയോഡിൻ സ്കാൻ ആവശ്യമായി വന്നേക്കാം. റേഡിയോ അയോഡിൻ സ്കാൻ ബേസ് ചെയ്തിട്ട് റേഡിയോ അയോഡിൻ തെറാപ്പി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റേഡിയോ അയോഡിൻ തെറാപ്പി എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഇത് ക്യാൻസർ ചികിത്സയിൽ തന്നെ നമുക്ക് വളരെ ഒരു വലിയൊരു കാൽവയ്പ്പാണ്. കാരണം തൈറോയിഡാണ് നമ്മുടെ ശരീരത്തിൽ അയോഡിനെ വലിച്ചെടുക്കുന്ന ഒരു ടിഷ്യൂ. അപ്പം തൈറോയിഡിൻ്റെ അംശം ശരീരത്തിൽ എവിടെയെങ്കിലും പടർന്നിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ അയോഡിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തൈറോയിഡിൻ്റെ ഈ ഒരു അംശത്തിൽ പോയിട്ട് അത് ബൈൻഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കൊണ്ട് അത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് തൈറോയിഡിൻ്റെ ഒരു ക്യാൻസർ ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പടർന്നാലും ഇന്ന് നമുക്ക് ഈ മരുന്ന് വഴി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഈ റേഡിയോ ആക്റ്റീവ് അയോഡിൻ വഴി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ മറ്റ് പല ക്യാൻസറുകളും ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഇതാണ്, ഒരു പുതിയ കാൽവയ്പ്പാണ് അതല്ലേ? പുതിയ കാലം കുറച്ച് കാലമായിട്ടുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അതൊരു മേജർ അഡ്വാൻസ് ആണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ. ഓക്കെ ഡോക്ടർ, ഇനിയിപ്പോൾ ശസ്ത്രക്രിയയുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ശസ്ത്രക്രിയ, ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് പറയാമോ? ഇതിപ്പം തൈറോയിഡിൽ ആകെ ഒരൊറ്റൊരു മുഴയേ ഉള്ളൂ. അതൊരിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ താഴെയാണ്, അല്ലെങ്കിൽ 1-4 ഇടയ്ക്കാണ് ചില പേഷ്യൻസിൽ. എങ്ങനെയാണെങ്കിൽ ഒരു മുഴയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, വേറെ എവിടെയും പടർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഹെമി തൈറോയിഡക്ടമി എന്ന് പറയും. തൈറോയിഡിൻ്റെ ഒരു പാർഷ്യൽ ശസ്ത്രക്രിയ മതിയാവും.
പക്ഷേ ഒന്നിൽ കൂടുതൽ മുഴകളുള്ളയോ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അപ്പുറത്തേക്ക് കഴുത്തിലേക്ക് പടരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ തൈറോയിഡക്ടമി വേണ്ടി വരും. ഇത് കുറച്ച് വലിയ മുഴയാണെങ്കിലും നമുക്ക് ടോട്ടൽ തൈറോയിഡക്ടമി തന്നെ വേണ്ടി വരും. ഇതായിരിക്കും ഇതിലുള്ളത്. അപ്പോൾ ശസ്ത്രക്രിയ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് എപ്പോഴും ഒരു കൺസേൺ എപ്പോഴും ഈ ശബ്ദം പോകുമോ എന്നൊക്കെ ഉള്ളതാണ്. അത് പക്ഷേ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പൊതുവേ അതൊക്കെ വളരെ വളരെ റെയറാണ് ഇപ്പോൾ ഒരു ശബ്ദം പോകുക എന്നൊക്കെ പറയുന്നത്. പിന്നെ വരാൻ പറ്റുന്ന ഒരു പ്രശ്നം പാരാതൈറോയിഡ് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ അടുത്തുള്ള ഒരു ഗ്രന്ഥിക്ക് എന്തെങ്കിലും മിസ്സാപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽഷ്യം ബാലൻസ് ചിലപ്പോൾ തെറ്റാം. അതും വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ ട്രാൻസിയൻ്റ് ആയിട്ടെങ്ങാനും കുറച്ച് പേർക്ക് വരാം എന്നുള്ളൊരവസ്ഥയാണ്. ഡോക്ടർ, ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ റിമൂവ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ചില ഗുണങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണത്? തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ മിക്കവാറും എല്ലാ ഫംഗ്ഷനും ആവശ്യമാണ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണുണ്ട്, തൈറോക്സിൻ എന്ന് പറഞ്ഞ്. തൈറോക്സിൻ ഹോർമോൺ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചില്ല എൽട്രോക്സിൻ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും കേട്ടോ. പക്ഷേ അതിന് അങ്ങനത്തെ കാര്യമായിട്ടൊരു പ്രശ്നമില്ലാത്തൊരു ഇതാണ്. വളരെ ചെറിയൊരു ഗുളികയാണ്. പിന്നെ മാത്രമല്ല അത് സ്ഥിരമായിട്ട് കഴിക്കണമെങ്കിലും നമുക്കൊരു ടെൻഷൻ അടിച്ച് കഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ദിവസം മറന്നുപോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? ചില ഗുളികളുണ്ടല്ലോ നമ്മളിപ്പോൾ ഇന്ന് മറന്നുപോയോ എന്നുള്ളൊരു വഴി, അങ്ങനെ പേടിക്കേണ്ട പോലത്തെ ഒരു ഗുളികയല്ല ഇത്. ഓക്കെ ഡോക്ടർ, മറ്റൊന്ന് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശസ്ത്രക്രിയയുടെ മുറിവ് എങ്ങനെയാണ്? കീ ഹോൾ വഴിയുള്ള ശസ്ത്രക്രിയ ഇപ്പോൾ സാധ്യമാണോ? അല്ലെങ്കിൽ ഏറ്റവും പുതിയ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ തൈറോയിഡിൻ്റെ ഈ ഒരു ധാരണയുണ്ട്. കീ ഹോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പം തൈറോയിഡിൻ്റെ കീ ഹോൾ ശസ്ത്രക്രിയ നമ്മുടെ വയറിലുള്ള കീ ഹോൾ ശസ്ത്രക്രിയ പോലെ അല്ല. അതുകൊണ്ട് ആകെ ഒരു ഗുണമുള്ളത് നമ്മൾ കഴുത്തിലുണ്ടാവാൻ പറ്റുന്ന ചെറുതായിട്ടുള്ള ഒരു സ്കാർ, കഴുത്തിന് മടക്കി വരാൻ പറ്റുന്ന ഒരു സ്കാർ കൈയിൻ്റെ മടക്കിലേക്ക് വരുത്താന്നുള്ളത്. പക്ഷേ അതുകൊണ്ടുള്ളൊരു പ്രശ്നം ആളുകളെല്ലാവരും കീ ഹോൾ ശസ്ത്രക്രിയ ചോദിച്ചു വരുന്നതുകൊണ്ടും എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ഈ ആക്സില ഇപ്പോൾ ഈ പറഞ്ഞ കക്ഷത്തിൽ നിന്ന് കഴുത്തിൻ്റെ ഇവിടെ വരെ ഒരു അൺനെസറി ഡിസെക്ഷനാണ്. നമുക്കതുകൊണ്ട് അതും തൈറോയിഡ് സർജറി കഴിഞ്ഞാൽ പൊതുവെ വലിയൊരു കോസ്മെറ്റിക് ഇഷ്യൂ ഇല്ല. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു കഴുത്തിന് മടക്കി വരുന്ന ഒരു മിക്കവാറും ഒരു 95% പേഷ്യൻസിനും കുറച്ച് കഴിയുമ്പോൾ കാണാത്തൊരു ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. അപ്പം ഇപ്പോൾ കീ ഹോൾ ശസ്ത്രക്രിയ തൈറോയിഡിൻ്റെത് ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ വായിൽ കൂടെ തൈറോയിഡ് ഗ്രന്ഥി എടുക്കുക എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെയാണ് തൈറോയിഡിൻ്റെ മുന്നിലോട്ടുള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.